ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ കോഷ്യൻ റൂൾ: ഇഫ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആൻഡ് വി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, then the quotient u by v is differentiable at x and d by dx of u by v equal to v into du by dx minus u into dv by dx all divided by v square. അതായത് യുവും വിയും എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. പ്ലസ് ഒരു എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ട്, വി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതിൻ്റെ കാരണം അതിൻ്റെ റൂൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾ ഡിവൈഡഡ് ബൈ ഒരു വി സ്ക്വയർ ഉണ്ട്. സോ വി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കവിടെ നോട്ട് ഡിഫൈൻഡ് എന്നുള്ളൊരു കേസ് വരും. അതുകൊണ്ടാണ്, അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് യുവും വിയും എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിളും വി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ബൈ വി, ആ കോഷ്യൻ്റ് യു ബൈ വി എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അറ്റ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഈക്വൽ ടു സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അതല്ലെങ്കിൽ ഷോർട്ടായിട്ട് യു ബൈ വി ഹോൾ ഡാഷ് ഈക്വൽ ടു വി യു ഡാഷ്. ഇത് ഓർഡർ മാറരുത്. യു വി ഡാഷ് മൈനസ് വി യു ഡാഷ് ആകുമ്പോൾ നേരെ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓർഡർ എപ്പോഴും ശ്രദ്ധിക്കുക. സെക്കൻഡ് ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവിലെ കോഷ്യൻ റൂൾ. നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Find the derivative of y equal to t square minus 1 divided by t square plus 1. നമുക്കിവിടെ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ടി ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ടിയും വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും. എക്സിന് പകരം ടി ആയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നൊട്ടേഷനിലുള്ളൊരു ചെറിയൊരു മാറ്റം, വേറെ റൂളുകളിലൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ വേരിയബിൾസ് ടി ആയെന്ന് മാത്രം. യു ഓഫ് ടി ടി സ്ക്വയർ മൈനസ് 1, വി ഓഫ് ടി ടി സ്ക്വയർ പ്ലസ് 1. സോ ഇതൊരു യു ബൈ വി എന്നുള്ള ഫോർമാറ്റിലാണ് വൈ എന്നുള്ള ഫംഗ്ഷൻ. ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. യു ഡാഷ് ഓഫ് ടി 2t മൈനസ് 1 ഇൻറ്റു 0 വി ഡാഷ് ഓഫ് ടി, അതായത് ഡി വി ബൈ ഡി ടി, ഇതാണ് ഡി യു ബൈ ഡി ടി. ദെൻ ഇത് ഡി വി ബൈ ഡി ടി. വി ഡാഷ് ഓഫ് ടി എന്നുള്ളത് ടി സ്ക്വയറിൻ്റെ 2t 1 0. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് 1. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിനോമിനേറ്റർ ടി സ്ക്വയർ പ്ലസ് 1 വി ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2t മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. നോർമലി നിങ്ങൾ ഈ താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കേണ്ടത് അതുപോലെ തന്നെ നിന്നോട്ടെ. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുക. ടി സ്ക്വയർ ഇൻറ്റു 2t, 2 കോൺസ്റ്റൻ്റ് ആണ്. ടി സ്ക്വയർ ഇൻറ്റു ടി റേസ്റ്റ് 1 ആണ്, അത് ടി ക്യൂബ് ആണ്. സോ 2t ക്യൂബ് പ്ലസ് 1 ഇൻറ്റു 2t. ദെൻ ഈ മൈനസ് എല്ലാവർക്കും ബാധകമാണ്. മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ അങ്ങനെ എടുക്കാം. അപ്പോൾ മൈനസ് 2t ക്യൂബ്. ദെൻ മൈനസ് 2t ഇൻറ്റു മൈനസ് 1. സോ 2 മൈനസ് ഉണ്ട് അവിടെ, പ്ലസ് ആവും. പ്ലസ് 2t all divided by t square plus 1 whole square. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 2t കമ്പൈൻ ചെയ്യാവുന്നതാണ്. മൈനസ് 2t ക്യൂബും മൈനസ് 2t ക്യൂബും ക്യാൻസൽ ചെയ്ത് പോകും. 2t പ്ലസ് 2t 4t ആണ്, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. differentiate
എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ x² മൈനസ് 5x പ്ലസ് 6 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിതിനെ y എന്ന് വിളിക്കുന്നു. അപ്പോൾ dy/dx ഓഫ് അത് മുഴുവൻ എഴുതാനുള്ള ഒരു സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് y എന്ന് വിളിച്ചത്. dy/dx ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഡിനോമിനേറ്റർ കറക്റ്റായിട്ട് എഴുതുക പ്ലസ് 6 ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ ടേംസിൻ്റെ ഡെറിവേറ്റീവ്സ് അവിടെ വരും, നോൺ സീറോ ഡെറിവേറ്റീവ്സ് അവിടെ വരും. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് തെറ്റാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², അതല്ലെങ്കിൽ ആദ്യത്തെ ടേമിന് മാത്രമാണ് ഇത് ബാധകമാവുക. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് അവിടെ യൂസ് ചെയ്യണം. -3x²ൻ്റെ -3 ഇൻറ്റു 2x, അപ്പോൾ -6x, എക്സിൻ്റെ 1, ദെൻ 1ൻ്റെ 0 ആണ്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ x²ൻ്റെ 2x മൈനസ് 5xൻ്റെ -5, 6ൻ്റെ 0 ആണ്, അപ്പോൾ അത് എഴുതുന്നില്ല. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇനി നമ്മുടെ സമയത്തിനനുസരിച്ച് ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ കൂട്ടത്തിൽ പവർ റൂൾ 7 കൂടിയും പറയുന്നു. പവർ റൂൾ ഫോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ d/dx ഓഫ് x⁻n എന്നുള്ളത് nx⁻n-1, അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും ബാധകം തന്നെയാണ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും ഓക്കെയാണ്. ഇഫ് n ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ, and x not equal to 0, then d/dx of x⁻n equal to n into x⁻n-1. n ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ d/dx of x⁻n equal to n into x⁻n-1. സെയിം റൂളാണ്. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യാവുന്നതാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 1/x⁻n എന്നുള്ളത് x⁻n ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1/x³ എന്ന് പറഞ്ഞാൽ അത് x⁻³ ആണ്. 1/x എന്ന് പറഞ്ഞാൽ അത് x⁻1 ആണ്. ആ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പം അത് അങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പം ഇങ്ങനെ x⁻³ എന്ന് പറയുന്നതിന് പകരം തരുന്നതിന് പകരം 1/x³ ആയിരിക്കും അതിന് പകരം അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാമ്പിൾസ്. d/dx ഓഫ് 1/x നമുക്കിതൊരു ഫോർമുല ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. 1/x ഫ്രീക്വൻ്റ്ലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് പിന്നീട് ഓർത്ത് വയ്ക്കാം. അപ്പം ആദ്യം അത് ചെയ്യാം. ഇത് d/dx ഓഫ് ഡെറിവേറ്റീവ് കണ്ടിട്ടില്ല. 1/xന് നമുക്ക് x⁻1 എന്ന് എഴുതാവുന്നതാണ്. ഇനി നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. എന്നിൻ്റെ പ്ലേസിൽ -1 ആണ്. സോ n ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു x⁻n-1. n എന്നുള്ളത് -1 ആണ്. സോ -1 ഇൻറ്റു x⁻1 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ x⁻2നെ നമ്മൾ തിരിച്ചെഴുതാം. അപ്പോൾ x⁻3 എന്ന് പറഞ്ഞാൽ 1/x³ ആണ്. അപ്പോൾ x⁻2 1/x² ആണ്. സോ -1 ഇൻറ്റു 1/x², അതായത് -1/x². അപ്പോൾ അതൊരു ഫോർമുല ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ്.
ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്നുള്ളത് -1/x². ഇപ്പം അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x³. സോ ഡി ബൈ ഡി എക്സ് ഓഫ് x⁻³ ആണത്. സോ -3 ഇൻറ്റു x⁻n−1 -3 -1. സോ -3 ഇൻറ്റു x⁻⁻4. x⁻⁻4 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ x⁻⁴. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5/x⁴. ഇപ്പോൾ ഇവിടെ നോക്കുക, 5 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് 5 ഇൻറ്റു 1/x⁴ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1/x⁴, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ദെൻ 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1/x⁴ എന്ന് പറഞ്ഞാൽ x⁻⁻4 ആണ്. ഓക്കെ, ഇതുവരെ ഡെറിവേറ്റീവ് കണ്ടിട്ടില്ല. ഇത്രയും സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇപ്പം ഞാൻ ഇനി എഴുതുന്ന സ്റ്റെപ്പ് മതി. 5 ഇൻറ്റു x⁻⁴, എന്നിൻ്റെ പ്ലേസിൽ -4 ആണ്. -4 ഇൻറ്റു x⁻⁻4 -1. സോ ഇവിടെ -20 എന്നാവും. 5 ഇൻറ്റു -4, ഇവിടെ x⁻⁻5, അതായത് -20/x⁻⁵. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ.